നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയിൽ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച CPIM പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ച കോടതി 5 വർഷം തടവും 25,000 രൂപ പിഴയുമാണ് വിധിച്ചത്. കൊട്ടാരക്കര കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. 11 പേരാണ് കേസിൽ പ്രതികൾ. 2013 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കോൺഗ്രസിന്റെ പ്രകടനത്തിനിടെ CPIM പ്രവർത്തകർ ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ കൊട്ടാരക്കരയിലെ കോൺഗ്രസിന്റെ ഓഫീസിന് നേരെയും ഇവർ ആക്രമണം നടത്തിയിരുന്നു. ഇന്ന് രാവിലെയോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കേസിൽ വിധി പ്രഖ്യാപിച്ചത്. വിധി കേട്ട ശേഷം പ്രതികളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. 2013 ജൂലൈ 12 സംഭവം. സോളാർ വിഷയം ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രിയായിരുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ശ്രീ പദാവർമ്മ തമ്മാൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ജാഥ പാർട്ടി ഓഫീസിൽ നിന്ന് പുലമൺ ജംഗ്ഷനിലോട്ട് പോവുകയും CPIM ഓഫീസിനടുത്ത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിനടുത്ത് വെച്ചാണ് അതിൽ നിന്ന് ഒരു അതിരൂക്ഷമായ കല്ലേറുണ്ടാകുന്നു. അതിരൂക്ഷമായ കല്ലേറ് ഉണ്ടായി. ആൾക്കാരെല്ലാം ചിതറി ഓടി. അപ്പോൾ ഏകദേശം ഒരു 4:30 മണിയായി. 4 ലോട്ടസ് റോഡിൽ എത്തി. ലോട്ടസ് റോഡിലെത്തിയപ്പോഴാണ് 4 വശത്തുനിന്നും ആൾക്കാരെ വളഞ്ഞ് ഈ പറയുന്ന LDYFിൻ്റെ നേതൃത്വത്തിൽ CPIMൻ്റെയും CPIയുടെയും RSPയുടെയും RYFിൻ്റെയും AYFിൻ്റെയും DYFിയുടെ ഒക്കെ നേതൃത്വത്തിൽ സംഘടിതമായ ഒരു വലിയ ആൾക്കൂട്ടം ഒന്ന് ആക്രമിച്ച് വെട്ടിക്കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചത്. എന്ന് ശരിക്കും വന്ന ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതിഗുരുതരമായിട്ട് പൈപ്പ് വെച്ച് തലക്കടിക്കുകയും വാളുകൊണ്ട് വെട്ടുകയൊക്കെ ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് ഒരു 4-5 മണിക്ക് വിജയ ഹോസ്പിറ്റലിൽ എത്തുന്നത്. ഹോസ്പിറ്റലിലോട്ട് പോലീസോടെ കൊണ്ടുവരാൻ നോക്കാത്തതുകൊണ്ടാണ് വിജയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇതാണ് അന്ന് നടന്ന സംഭവങ്ങൾ. ഇപ്പം സംഭവം നടന്നിട്ട് ഏതാണ്ട് 12 വർഷത്തോളം ആവുന്നില്ലേ. 12 വർഷത്തോളം ഈ എനിക്ക് പറയാനുള്ളത് ഈ പൊളിറ്റിക്കൽ ഗുണ്ടായസിനെതിരെയുള്ള ശക്തമായ താക്കീത്, പൊളിറ്റിക്കൽ ഗുണ്ടായസത്തിനെതിരെ, പൊളിറ്റിക്കൽ ക്രിമിനൽസിനെതിരെ ജുഡീഷ്യറിയുടെ താക്കീതാണ്, ശക്തമായ താക്കീത്. കാരണം ഒരു നീണ്ട 10-25 വർഷങ്ങളായി കൊട്ടാരക്കരയിൽ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, എത്രയോ പേരെ CPIMൻ്റെ നേതൃത്വത്തിൽ LDFിൻ്റെ നേതൃത്വത്തിൽ മൃഗീയമായി മർദ്ദിച്ചു അവശരാക്കിയിരിക്കുന്നു. പല ആൾക്കാരും വിചാരണ സമയമൊക്കെ ആൾക്കാർ ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും പല വിധത്തിൽ പല കാര്യങ്ങൾ സമ്മർദ്ദങ്ങൾ ചെലുത്തി അവരെയൊക്കെ ഈ പറയുന്ന മൊഴി മാറ്റി പറയിപ്പിച്ചും കൂറുമാറ്റിച്ചും നമ്മുടെ കേസിൽ പോലും 10 പേർ മാറിയെങ്കിൽ 100ഓളം പേർ നമുക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഇങ്ങനെ കുലംകുത്തിയുള്ളതാണ്. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം ഈ പാർട്ടിയുടെ മുഴുവൻ സംവിധാനം, അതായത് KPC പ്രസിഡന്റ് അടക്കമുള്ള സംസ്ഥാന ദേശീയ നേതാക്കൾ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വിഷയങ്ങൾ അതിശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. നമുക്കതുകൊണ്ടാണ് ആ കരുത്ത്. പ്രസ്ഥാനം എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് ചില ആൾക്കാർ, ഞാൻ ഈ പറഞ്ഞല്ലോ, ചില ആൾക്കാർ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള മാതിരി ഇവിടെയുമുണ്ട്. നമുക്ക് വേറെ ആരെയും ശിക്ഷിക്കുന്നോ കാര്യങ്ങളോ ഒന്നുമല്ല വിഷയം. നീതി ഉറപ്പാക്കണം, നീതി കൃത്യമായി കിട്ടണം. ഇത്തരം കാര്യങ്ങൾ പൊതുജനത്തിൽ, സമൂഹത്തിൽ, പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ ഒരു കാരണവശാലും ഇത്തരം അക്രമ രാഷ്ട്രീയം, ഈ പൊളിറ്റിക്കൽ ഗുണ്ടായിസം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അത് CPIM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഒരു പാർട്ടിയിലും പാടില്ല ഇത്തരം അക്രമികളെ വെച്ച് പൊറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരനെ കൊലയും ചെയ്യുന്ന തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു കൃത്യമായ വിധിയാണ്. അല്ലെങ്കിൽ പറഞ്ഞല്ലോ, ആലോചിച്ച് നോക്ക്, രണ്ട് ടേമായി ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്, പ്രോസിക്യൂഷൻ ഇടതുപക്ഷ ഗവൺമെൻറ്, സാക്ഷികൾ കൂറുമാറുന്നു ഒക്കെ ആയിട്ടും വളരെ കൃത്യമായി ഞാനതാ പറഞ്ഞത്, സത്യം ജയിച്ചു. സത്യം അവസാനം നീണ്ട 12 വർഷമെടുത്തു, എങ്കിൽ പോലും സത്യം ജയിച്ചു. ആ പറഞ്ഞ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സമ്മർദ്ദങ്ങളെയും പല വിധത്തിലുള്ള ആൾക്കാരുടെ ഭീഷണിയും, കൈവെട്ടും കാലുവെട്ടും വീട് തല്ലിപ്പൊളിക്കും, എന്തൊക്കെ ഭീഷണികളായിരുന്നു, എന്തൊക്കെ പ്രലോഭനങ്ങളായിരുന്നു. പല വിധത്തിൽ ഈ കേസിനെ അട്ടിമറിക്കാൻ പല വിധത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പലരും. പക്ഷെ അതിൽ നിന്നൊക്കെ അതിനെ ഒരു സമ്മർദ്ദങ്ങളും നമ്മൾ വഴിപ്പെടാതെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി നീണ്ട 12 വർഷം ആകുന്നു. ഈ കേസ് ഇന്ന് അന്തിമമായ വിധി കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വൈകിട്ട് 3:30 മണിക്ക് പുറപ്പെടുവിച്ചപ്പോൾ നമുക്കത് കൃത്യമായി
ആ വിധിയിൽ സന്തോഷമുണ്ട്. നമുക്ക് തീർച്ചയായും കോടതിയോട് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. ഇത് പൊതുസമൂഹത്തോടുള്ള, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അക്രമത്തോടെ യോജിക്കുന്നില്ല ആരും, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും. ഈ CPM ഉൾപ്പെടെയുള്ള ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോലും എന്താണ്, സ്ത്രീകളും കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ എന്താണ് ഈ അക്രമ രാഷ്ട്രീയത്തിനവരെതിരാണ്. വെറും 1% മാത്രമുള്ള ക്രിമിനൽസ് മാത്രമാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നത്, അവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും. അല്ലാതെ 99% പാർട്ടിക്കാരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അക്രമം ആഗ്രഹിക്കുന്നില്ല, അക്രമം സ്വീകരിക്കുന്നില്ല, അക്രമം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിനൊക്കെയുള്ള കൃത്യമായ ഒരു മെസ്സേജാണ് ജുഡീഷ്യറി. നമുക്ക് ജുഡീഷ്യറിയോട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസ് പറ്റുന്നില്ല. അധികാര സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ സംവിധാനങ്ങളെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ ദിവസം നടക്കുന്ന സംഭവങ്ങൾ. ഈ 12 വർഷം നിരന്തര പോരാട്ടം, നിരന്തരം കണ്ണിൽ എണ്ണ ഒഴിച്ച് നടത്തിയ ഈ പോരാട്ടം നമുക്ക് ആരെയും ശിക്ഷിക്കുമെന്നല്ല, ഒരു കൃത്യമായ മെസ്സേജ്. ഇങ്ങനെയുള്ള അക്രമ സംവിധാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്താൻ പാടില്ല. അതൊരു മെസ്സേജ് ആണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കൃത്യമായ ഒരു മെസ്സേജാണ്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പ്രസ്ഥാനങ്ങളിലും ഇത്തരം പുഴുക്കുത്തുകളുണ്ട്. ഈ പറയുന്ന ഭയപ്പാടോടുകൂടി പ്രലോഭനങ്ങൾ വശംവദരാകുന്ന നിരവധി ആൾക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇത്തരം മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് എനിക്കുള്ളതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ വീണില്ല. എന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് പ്രലോഭനത്തിൽ പലതരത്തിലുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട്. പിന്നെ പലരും എന്നെ ഈ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ മകൻ പോയ സ്കൂൾ ബസ് തടഞ്ഞു നിർത്തി അവനെ അച്ഛൻ്റെ കയ്യും കാലും വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് അതുപോലും എടുത്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഭീകരമായ സമയങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, സംഘർഷങ്ങളിലൂടെ. അപ്പോഴൊന്നും നമ്മൾ കേസ് ഒരു കാരണവശാലും ഞാൻ ഇപ്പോൾ നിർത്തിയാൽ, ഞാൻ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റും കാര്യം കൊടുത്തില്ലെങ്കിൽ കൃത്യമായി ഞാൻ സമൂഹത്തോടെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ എത്ര സംഘർഷങ്ങളെയും ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. നിങ്ങൾ ആലോചിക്കണം, 2013 ജൂൺ 12 മുന്നേ ഒരു പെറ്റി കേസ് പോലും എൻ്റെ പേരിലായിരുന്നു. ഇപ്പോൾ എൻ്റെ 26ഓളം കേസുകൾ അതിനിടയ്ക്ക് എനിക്കെതിരെ ചാർജ് ചെയ്തു. എല്ലാ കേസുകളും ഇത് സുപ്രീം കോടതി വരെ പോയി ഓരോ കേസുകൾ തീർത്തിട്ടുണ്ട്. ഇനി ആകെയുള്ള ഈ ഒരു കൗണ്ടർ കേസുണ്ട്, ഇതിൻ്റെ FIR നമ്പർ 1768 1770, ഒരു കള്ളക്കേസ്. 4:40 ഞാൻ റോഡിൽ വിട്ടേറ്റ് വീണ് 4:53 വിജയ ഹോസ്പിറ്റൽ 4:59 വിജയ ഹോസ്പിറ്റലിൽ എത്തിച്ച സാധനം ഞാൻ 5:30 മണിക്ക് പാർട്ടി ഓഫീസ് തല്ലി തകർത്തുന്ന ഒരു കൗണ്ടർ കേസുണ്ട്. അതിൽ തന്നെ മനസ്സിലായല്ലോ കള്ളക്കേസാണെന്ന്. ഈ കേസ് ജയിച്ചപ്പോൾ 4:30 ഞാൻ റോഡിൽ കിടക്കുക, 5:30 പാർട്ടി ഓഫീസ് അടിച്ചേർത്തുന്നത്. അപ്പോൾ ആ ഒരു കള്ളക്കേസ് ഒഴികെ ഉള്ള മുഴുവൻ കേസുകളും സുപ്രീം കോടതി വരെ, പല കേസുകളും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി സുപ്രീം കോടതി വരെ പോയാണ് ഓരോന്നോരോന്നും കേസുകൾ മാറി, കേസുകളെല്ലാം കോഷ് ചെയ്തും കേസുകളെല്ലാം ഇല്ലാതാക്കി വന്നേക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളെ മാനസികമായി തളർത്തി, ബിസിനസ് തളർത്തി, നമ്മുടെ ശാരീരികമായി അറിയാമല്ലോ, താങ്കൾക്കറിയാമല്ലോ, കയ്യിൽ ഉൾപ്പെടെ കമ്പി ഇട്ടേക്കാണ്, കണ്ണിൻ്റെ കാഴ്ച കുറവാണ്, തലയ്ക്കാണ് വെട്ടേറ്റത് 3 തല അടിച്ച് പൊട്ടിച്ചു. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ശാരീരിക പ്രശ്നങ്ങളൊക്കെ. അതിനെയൊക്കെ നമ്മുടെ ബിസിനസ്സിനെ തകർക്കാൻ ശ്രമിച്ചു. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷങ്ങൾ, കേസും കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് കുടുംബമില്ലേ, എനിക്കൊരു മോനൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. വിധിയിൽ സന്തോഷമുണ്ട്, കാരണം കോടതിയുടെ ബഹുമാനമുണ്ട്. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങളെ അതിജീവിച്ച് ഇത്രയും ആൾക്കാർ കൂറുമാറിയിട്ടും ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായ ഒരു കുറി, അതാണ് പറഞ്ഞത് ഭഗവാന്റെ ഈ പറഞ്ഞ ദൈവികമായ എല്ലാ കാര്യത്തിനും ദൈവികമായ, നമ്മൾ വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല, ദൈവികമായ കാര്യങ്ങൾ. കാരണം സത്യം എന്നും ജയിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് ഇന്ന് ഈ രൂപത്തിൽ ഈ വിധിന്യായത്തിലൂടെ വന്നിരിക്കുന്നത്. പാർട്ടി ഒരിക്കലുമില്ല. കാരണം ബഹുമാനായ KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംസ്ഥാന ദേശീയ നേതാക്കൾ എൻ്റെ കാര്യത്തിൽ ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ പാർട്ടി അങ്ങനെ ഒറ്റപ്പെടുത്താൻ പറ്റും? തീർച്ചയായും ഒരിക്കലുമില്ല. അത് കഷ്ടം. അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. കൃത്യമായി അവരൊക്കെ വളരെ കാര്യമായി ഞാനിപ്പോഴും പറഞ്ഞല്ലോ, എല്ലാ പ്രസ്ഥാനങ്ങളിലും ചില ആൾക്കാർ ഈ പുഴുക്കുത്തുകൾ എല്ലാ പ്രസ്ഥാനങ്ങളിലുള്ള മാതിരി നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ട്. ഒരു ജനാധിപത്യ പ്രസ്ഥാനമല്ലേ. അതിനെക്കുറിച്ച് പാർട്ടി ഗൗരവമായി ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വിധിന്യായമൊക്കെ അവർ കിട്ടിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം പോലീസ് റിപ്പോർട്ടും കാര്യങ്ങളും കോടതിയുടെ മൊഴി പകർപ്പുകളും അതിൽ ഹോസ്റ്റലായ ആൾക്കാരുടെ എല്ലാം മുഴുവൻ കൃത്യമായ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പാർട്ടി കൃത്യമായ നടപടിയെടുക്കുമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. DC പ്രസിഡന്റ് ഉൾപ്പെടെ ആൾക്കാർ അത് അറിഞ്ഞിട്ടുണ്ട്, അവരെ അറിയിച്ചിട്ടുണ്ട്. ബഹുമാന്യ MP ഇത്തരം കാര്യങ്ങൾ നടപടിയെടുക്കും, തീർച്ചയായും എടുക്കും. 8 പേർ ആണ് ഇത് കിട്ടിയേക്കുന്നത് റെക്കോർഡ്സിൽ, അല്ലാതെ 3 പേരും. അങ്ങനെ 11 പേരാണ് കൂറുമാറി.
അന്വേഷണം നടന്നത് 2013 ഇപ്പം 11 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു LDF ഗവൺമെൻറ് കാലഘട്ടത്തിലുമാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രോസിക്യൂഷൻ എല്ലാം ഇപ്പോഴത്തെ ഗവൺമെൻറ് ഭാഗത്തായിരുന്നല്ലോ, പിണറായി സർക്കാരിൻ്റെ കാലത്താണല്ലോ. വെല്ലുവിളികൾ ഈ പറഞ്ഞ ഒരു ഭീഷണി എല്ലാ സമയത്തും, വെട്ടിക്കൊല്ലും, അല്ലാതെ കൊല്ലും, വീടടിച്ച് തകർക്കും, സ്ഥാപനം തകർക്കും എന്ന ഭീഷണികൾ പല വിധത്തിൽ പല സമയത്തും വന്നിരുന്നു. അതൊക്കെ കൃത്യമായി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന നൂറുകണക്കിന്, എൻ്റെ ആശയങ്ങളെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ നിലപാടുകൾ അംഗീകരിക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവരെനിക്കൊരു കരുത്തായിട്ട് എപ്പോഴും ഉണ്ട്. പാർട്ടിക്കാരുണ്ട്. അവരെന്നോട് എന്നും ഒന്ന് വീഡിയോ വന്നിരുന്നു. അവർ കോടതി പരിസരത്തൊക്കെ എത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ നിലപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവർ. എല്ലായിടത്തും ഈ പറഞ്ഞ ഈ മിനിയാന്ന് പത്രവാർത്ത വന്നതിന് ശേഷം പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് എല്ലാവിധ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പാർട്ടിക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പലരുമുണ്ട്. അവരൊക്കെ ആ നിലപാടിനെ, നമ്മളെടുത്തൊരു നിലപാട് 12 വർഷമായി ഇത്തരം പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് നമ്മളെടുത്ത നിലപാടിനെ അവർ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ, നമ്മളോടൊപ്പം നിൽക്കുന്ന ആ ഒരു നിലപാട് അവരെല്ലാം എടുത്തിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് ഫുൾ സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും നിൽക്കുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇന്നൊക്കെ നിങ്ങൾ കണ്ടപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നമുക്ക് ആ കരുത്തിപ്പോഴും ഉണ്ട്. നമുക്കറിയാം അങ്ങനെ അത്തരം കാര്യങ്ങളിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരുണ്ട്. അത് രാഷ്ട്രീയത്തിനപ്പുറം ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഒരു കരുത്ത് പിന്തുണ ഉണ്ടല്ലോ. പ്രസ്ഥാനം കൂടെ തന്നെ കൃത്യമായിട്ടുണ്ട്. പ്രസ്ഥാനത്തിൽ നിന്ന് അത് തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും കോൺഗ്രസ് പ്രസ്ഥാനം എൻ്റെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്.